ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര ഒരു മഴയൊക്കെ പെയ്ത് തോന്ന് നിൽക്കുകയാണ്. കണ്ട് നമ്മളെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? വഴുതനയും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തോടു കൂടി വളർന്നു വരികയാണ്. നിങ്ങൾക്ക് ഇലകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ? ഇല നോക്കി, ഇലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തോട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. നമ്മൾ കീടനാശിനിയും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് കണക്ക് ചാണകപ്പൊടി, കോഴിവളം, ഇത് കണക്ക് രാവിലെയും വൈകിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദാണ്ട മുളകൊക്കെ പൂത്ത്. പയറൊക്കെ ആണെങ്കിൽ പയറിലൊക്കെ അത്യാവശ്യം പയർ വന്നിട്ടുണ്ട്. പയർ കിളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ്ട് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലെല്ലാം നല്ല രീതിയിൽ വളർന്നു വരികയാണ്. കണ്ട പയറിൻ്റെ ഇവിടെ വള്ളികളൊക്കെ ഇട്ട് കെട്ടി സെറ്റാക്കിയിട്ട് നമ്മുടെ പയർ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പയർ പിടിച്ചിട്ടുണ്ട് കൈസാണ്ട്. ഇവിടെ ഇതിനുണ്ട്, ഇവിടെ കണ്ട് പയർ നിൽക്കുന്നത് നേരത്തെ കണ്ടായിരുന്നു. കണ്ടില്ലേ? അതുകൊണ്ട് പയർ പൂത്തിട്ടുണ്ട്. കണ്ട് ഇവിടെ പയർ പിടിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആവുന്ന നേരത്ത് 1-2 അങ്ങൊക്കെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കണ്ടില്ലേ? മുമ്പ് ഒഴിഞ്ഞ് കിടന്നൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ അതിപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ടില്ലേ? രാവിലെ വെള്ളം നനച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. കണ്ടില്ലേ? കീടനാശിനിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള ചാണകപ്പൊടി, കോഴിവളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വട്ടയാണെങ്കിൽ നമുക്ക് പയറിന് പടർന്നു കയറാൻ പാകത്തിന് കുറച്ച് വട്ട കമ്പ് നമ്മൾ വെട്ടി ഇട്ടിട്ടുണ്ട്. അതിന് വെച്ച് കെട്ടാനാണ്. തക്കാളിയുടെ ഈ സൈഡ് കണ്ടില്ലേ? 2 സൈഡിന് നമ്മൾ കയറ് കെട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തക്കാളി പെട്ടെന്ന് തന്നെ ഇത്തിരി നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അത് മറിഞ്ഞ് പോകാതിരിക്കാനുണ്ട്. മറിഞ്ഞാലും ഈ കയറിൽ തങ്ങി നിൽക്കും. കണ്ട ഈ ഒരു വെണ്ട കണ്ട നട്ടിട്ട് 1 മാസം പോലും ആകത്തില്ല, അപ്പോഴത്തേക്ക് അവർ പൂത്ത് കായും വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം ഗൈസ്. എല്ലാവരെയും ആ വീട്ടിൽ അടുക്കള കൃഷി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. വീട്ടിലിനി പുറത്ത് സ്ഥലക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മുകളിൽ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ കൃഷി തുടങ്ങാം. ഒരുപാട് പേര് ടെറസിൻ്റെ മണ്ടയിൽ കൃഷി തുടങ്ങി വിജയിച്ചിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ മീനെ ജസ്റ്റ് ഒന്ന് തീറ്റ ഇട്ട് കൊടുത്തിട്ട് നോക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പൊങ്ങി വരുന്നില്ല. അത്യാവശ്യം മീനൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഓട്ടോമാറ്റിക് നമുക്ക് ഈ പൈപ്പ് കണ്ടില്ലേ? ഇതിൻ്റെ 2 സൈഡിനും ഇങ്ങനെ വെള്ളം വരുന്ന രീതി ഇങ്ങനെ ചാല് കണക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നശിച്ച് കിടക്കുക. ഈ ഒരു പൈപ്പിൽ ഓസ് കണക്ട് ചെയ്താണ് നമ്മളിപ്പോൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാൽവ് അവിടെ തുറക്കാൻ നേരത്ത് എല്ലാത്തിനും നമുക്ക് വെള്ളം ഒഴിക്കാം. അതാവാൻ നേരത്ത് ഓരോന്നിൻ്റെ മൂട്ടിൽ പോയി ഒഴിക്കാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏതെങ്കിലും കീടങ്ങൾ വല്ലതും കയറിയിട്ടുണ്ടോ, കൃഷിയിൽ കയറിയിട്ടുണ്ടോയെന്നൊക്കെ, ഇലകൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. പിന്നെ പട്ടി പൂച്ചയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചുറ്റിനും നമ്മൾ നല്ല രീതിയിൽ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ പച്ചക്കറിയുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പോഴത്തേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ.